അച്ഛന്റെ മക്കളെ അച്ഛൻ ഒരു പേര് ദോഷം കേൾപ്പിക്കാതെ ജീവിച്ചതേ ഞാനും ഈ അനുവും മാത്ര. എന്നിട്ട് അച്ഛൻ ഏറ്റവും ഇഷ്ടം അച്ഛനെ കണ്ണീര് കുടിപ്പിച്ച ആ ബാക്കി 3 മക്കളോടുവാ. ഏറ്റവും വെറുപ്പ് എന്നോടും. മോളെ അമ്പിളി, നീ എന്തൊക്കെയായി പറയുന്നു? 5 മക്കളെ ഒറ്റ മനസ്സോടെ കണ്ട ആളാ നിങ്ങളുടെ അച്ഛൻ. പിന്നെങ്ങനാ മൂത്ത മകളായി നിന്നെ അച്ഛൻ വെറുക്കുന്നത്? അച്ഛനെ നിർത്തിക്കൊണ്ട് നീ ഇങ്ങനെയൊന്നും പറയല്ലേ മക്കളെ. അവള് പറയട്ടെ ഭാനുമേ, എന്നെ കുറിച്ച് പറയാനുള്ളതൊക്കെ അവള് പറയട്ടെ. പക്ഷെ ഒരു കാര്യം, നീ നിന്നെ സ്വയം ന്യായീകരിക്കുന്നതിനിടയില് എന്റെ ബാക്കിയുള്ള മക്കളെ കുറ്റപ്പെടുത്തരുത്. അവരെന്ത് പേരുദോഷം എനിക്ക് ഉണ്ടാക്കിയത് അമ്പിളി? പറ. പ്രായത്തിൻ്റെതായ പിഴവുകളൊക്കെ ആർക്കും പറ്റും. അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി കൂടപ്പിറപ്പുകളെ നീ അവഹേളിക്കരുത്. അത് ഞാൻ സഹിക്കയില്ല. അവരെ കുറിച്ച് പറയുമ്പോ അച്ഛനെ സഹിക്കില്ലെന്ന് എനിക്കറിയാം. എന്നെ ഈ അമ്പിളി ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. എന്നാലേ എന്റെ അച്ഛനൊരു കാര്യം കേട്ടോ. അച്ഛന്റെ ഇളയ മക്കളെ കുറിച്ച് അച്ഛൻ അറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം, പല കാര്യങ്ങളും. അതൊക്കെ അച്ഛൻ അറിയാതെ മൂടി വെച്ചതേ ഈ ഞാനും കൂടിയാ. അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിലേ ഞങ്ങളുടെ അച്ഛൻ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ചേച്ചി, സത്യല്ലേ ഞാൻ പറഞ്ഞത്? സത്യല്ലേ? പലതും നിനക്ക് വഴി അറിയാവുന്നതല്ലേ? നമ്മുടെ അച്ഛന് പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ രഘുവേട്ടനും ഞാനും നീയും കൂടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു അനു. എന്നിട്ടും എന്റെ അച്ഛന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമില്ലാതായി പോയില്ലേ മോളെ?